ആയിരുന്നാലും അത് നാനാത്വമായി പ്രകടമാകാൻ കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് നാനാത്വം കാണപ്പെടുന്നതിൽ തെറ്റില്ല. ഈ പ്രപഞ്ചം എന്നും നാനാത്വങ്ങൾ നിറഞ്ഞതായിരിക്കും. പക്ഷേ ആ നാനാത്വം ഭ്രമതലത്തിൽ മാത്രമേ ഉള്ളൂ. ബ്രഹ്മത്തിൻ്റെ നിലയിൽ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് അതിൽ ഈ നാനാത്വം നിറഞ്ഞ ഒരു പ്രപഞ്ചം വാസ്തവത്തിൽ ഇല്ല എന്നാണ് അനുഭവം. ജ്ഞാനികൾ മാത്രമേ ആ സത്യം മനസ്സിലാക്കുന്നുള്ളൂ. അജ്ഞാനികൾ എന്നും ഈ പ്രപഞ്ചം വാസ്തവമാണെന്നും ഇവിടെ സുഖിക്കാൻ പലതും ഉണ്ടെന്നും കരുതി മോഹിതരായി കഴിയും. അടുത്ത പദ്യം വായിക്കാം. തേന യസ്യ യദായാതം പുരോ വസ്തു വിവശ്ചിതഃ സതേന സംവിന്മയതാമേത്യ തദ്വശമാഗതഃ. ഈ സംവിത്ത് എന്ന ചക്രവർത്തിയുടെ മുമ്പിൽ എന്തെന്തുണ്ടോ, മുമ്പിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ. ഇന്ദ്രിയങ്ങളാണ് പ്രപഞ്ചാനുഭവത്തിന് കാരണം. മനസ്സ് സൃഷ്ടിക്കുന്ന പ്രപഞ്ചം സ്വപ്നത്തിലും ദിവാസ്വപ്നത്തിലും മാത്രമാണ്. ദിവാസ്വപ്നം എന്ന് പറഞ്ഞാൽ പകൽക്കിനാവ്. പകൽക്കിനാവ് എന്താണ്? നമ്മൾ കണ്ണടച്ച് മനസ്സിലിങ്ങനെ ഓരോന്ന് നമ്മൾ കാണാനും കേൾക്കാനും ആഗ്രഹിച്ച അല്ലെങ്കിൽ അനുഭവിക്കാൻ ആഗ്രഹിച്ച പലതിനെയും മനസ്സിൽ സങ്കല്പിച്ച് രസിക്കുന്ന ഒരു സ്വഭാവം ഈ ജീവന്മാർക്കുണ്ട്. ഫാൻറ്റസി, മെൻ്റൽ ഫാൻറ്റസി എന്നാണ് പറയുന്നത്. കാരണം യഥാർത്ഥ ജീവിതത്തിൽ അതൊന്നും അവനെ അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല. മലർപ്പൊടിക്കാരനോ അല്ലെങ്കിൽ മലർപ്പൊടിക്കാരിയുടെയോ സ്വപ്നം പോലെ മനസ്സിൽ ഓരോന്ന് കണ്ട് രസിക്കുക, രമിക്കുക. ഇത് എല്ലാ മനസ്സുകൾക്കും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ്. ആ ആഗ്രഹങ്ങൾ ഉള്ളിലുള്ളവരാണ് അതൊക്കെ സഫലമാകുന്നതായി അവരുടെ സ്വപ്നത്തിൽ കാണുന്നത്. ഉള്ളിൽ ആഗ്രഹമില്ലാത്ത ഒന്നിനെ നമ്മൾ അനുഭവിക്കുന്നതായി സ്വപ്നത്തിൽ കാണാൻ സാധ്യമല്ല. നമ്മുടെ നിറവേറാത്ത ആഗ്രഹങ്ങൾ, പൂവണിയാത്ത സ്വപ്നങ്ങൾ, അതാണ് സ്വപ്നത്തിൽ നമ്മൾ വാസ്തവത്തിൽ അനുഭവിക്കുന്നത് പോലെ കാണുന്നത്. ഇപ്പം ആഗ്രഹമില്ലാത്തവന് ഇതൊന്നുമില്ല. ഇപ്പം ഈ വിപശ്യത്തിൻ്റെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളാണ് ഈ 4 രൂപങ്ങളിലൂടെ അദ്ദേഹം അനുഭവിച്ചത്. തേന യസ്യ യദായാതം പുരോവസ്തു വിപശ്ചിതഃ. മുമ്പിൽ എന്തിനെ കാണുന്നുവോ അതിനെ സത്യം എന്ന് ഈ വിപശ്യത്തിൻ്റെ ഉള്ളിലുള്ള അജ്ഞത കലർന്ന ബുദ്ധി തീരുമാനിക്കുമ്പോഴാണ് ആ പുറമേ ഉള്ളതിന് സത്യത്വം ഉണ്ടാകുന്നത്. പുറമേ ഉള്ളതൊന്നും വാസ്തവമല്ല. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞത കലർന്ന ബുദ്ധിയാണ് ഇവയെ സത്യം എന്ന് തീരുമാനിക്കുന്നത്. ആ ബുദ്ധിയുടെ മുന്നിലാണ് ഈ പ്രപഞ്ചം സത്യമായി തീരുന്നത്. അല്ലാതെ ഈ പ്രപഞ്ചത്തിന് എവിടെയാണ് സത്യത്വം ഉള്ളത്? പ്രപഞ്ചത്തെ സത്യം എന്ന് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ഇത് സത്യമാണെങ്കിൽ സ്വപ്നവും നിങ്ങൾ അനുഭവിക്കുന്നതല്ലേ? സ്വപ്നത്തെ എന്തുകൊണ്ട് സത്യമെന്ന് കരുതുന്നില്ല? അല്ല, അത് സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ അത് കള്ളമാണെന്ന് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇതും സത്യം കണ്ട് ഉണർന്നാൽ ഈ പ്രപഞ്ചവും വാസ്തവമല്ലാതായിത്തീരും, മിഥ്യയാണ് എന്ന് ആർക്കും അറിയാൻ പറ്റും. അപ്പോൾ മനസ്സാണ് അല്ലെങ്കിൽ ബുദ്ധിയാണ് ഒന്നിന് സത്യത്വം നൽകുന്നത്. സതേന സംവിന്മയതാമേത്യ തദ്വശമാഗതഃ. മനസ്സ് അജ്ഞത കാരണം ഒന്നിനെ സത്യം എന്ന് കരുതാൻ തയ്യാറാകുമ്പോൾ ആ മനസ്സിൻ്റെ അധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മം അതിനെ ഉള്ളതുപോലെയാക്കി തീർക്കും. മനസ്സ് ഉണ്ടെന്ന് കരുതിയാലും ബ്രഹ്മം അതിനെ ഉള്ളതുപോലെ ആക്കി തീർത്തില്ലെങ്കിൽ അതിന് വാസ്തവികത ഉണ്ടാവുകയില്ല. പക്ഷേ ഈ ബ്രഹ്മം ജീവൻ്റെ സങ്കല്പങ്ങളെ എന്നും സത്യമാക്കി തീർത്തിട്ടേ ഉള്ളൂ. ജീവൻ്റെ സങ്കല്പങ്ങളെ സത്യമാക്കി തീർക്കുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രമേ ഈ ബ്രഹ്മത്തിന് ഉള്ളൂ. പണ്ടും
ഇന്നും നാളെയും ഈ ജോലി അല്ലെങ്കിൽ ഈ തൊഴിൽ അദ്ദേഹം തുടരും. അതുകൊണ്ട് ജീവനാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ എങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പൊന്തണം. ആഗ്രഹങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഈ പരമാത്മാവിനെ അപ്പോൾ നേരിട്ട് കാണാൻ പറ്റും. എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ ഈ പരമാത്മാവ് ഫലിപ്പിച്ചു തരും. എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് സാധാരണ വസ്തുക്കളെയോ ഭോഗങ്ങളെയോ വ്യക്തികളെയോ ഒക്കെയാണ്. അതിന് സത്യത്വം പകർന്നു തരും ഈ പരമാത്മാവ്. അതിന് സത്യമെന്ന് കരുതി ജീവന്മാർ ഭ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ആഗ്രഹങ്ങൾ പൂർണ്ണമായി ഉള്ളിൽ നിന്ന് മറയാതെ ആത്മജ്ഞാനം നേടാമെന്ന് ആരും കരുതണ്ട. സകല ആഗ്രഹങ്ങളെയും ഉള്ളിൽ നിന്ന് തുടച്ചു കളയണം. എന്തെങ്കിലും ഒരാഗ്രഹം അവശേഷിപ്പിക്കാം, ഏതെങ്കിലും ഒരാഗ്രഹം ഉള്ളിൽ വയ്ക്കാം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിനെ സാക്ഷാത്കരിക്കണം എന്നുള്ള ആഗ്രഹം, അത് മാത്രം നിങ്ങളുടെ ഉള്ളിലിരുന്നോട്ടെ. അല്ലാതെ ഭൗതികമായ ബാഹ്യ ജഗത്തിനെ സംബന്ധിച്ചുള്ള ഒരാഗ്രഹവും ഉണ്ടാവരുത്. എന്തെങ്കിലും കർമ്മം ചെയ്തു തീർക്കണമെന്നോ ഏതെങ്കിലും ലോകങ്ങളിൽ ചെന്ന് അവിടെയുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കണമെന്നോ അല്ലെങ്കിൽ നാമരൂപത്തോടു കൂടിയ ഒരു ദൈവത്തെ സാക്ഷാത്കരിക്കണമെന്നോ. നാമരൂപങ്ങൾ എല്ലാം കള്ളമാണ്. ആ സത്യം ഉൾക്കൊള്ളണം. എനിക്ക് മഹാവിഷ്ണുവിനെ കാണണം, അല്ലെങ്കിൽ ദേവിയെ പ്രസാദിപ്പിക്കണം, അല്ലെങ്കിൽ ദേവിയുടെ തിരുരൂപം കാണണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അതുപോലും ബന്ധകാരണമാണ്. സത്യം, യഥാർത്ഥ ഈശ്വര തത്വം അരൂപമാണ്. ഇനിയിപ്പോൾ എന്തിനാണ് ഒരു രൂപത്തോടു കൂടി ആ ദൈവത്തെ നിങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത്? രൂപങ്ങളെ കണ്ട് തൃപ്തി ആയില്ലേ ഇതുവരെ? എത്ര രൂപങ്ങൾ കണ്ടു? നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ഈ രൂപങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അല്ല, ഞങ്ങൾക്ക് ദിവ്യരൂപം. എന്ത് ദിവ്യരൂപം? നിങ്ങൾ ദിവ്യമാണ് എന്ന് സങ്കല്പിച്ചാൽ അത് ദിവ്യമായി തീരും. ദിവ്യമല്ല എന്ന് തീരുമാനിച്ചാൽ അത് ദിവ്യമല്ല. ഒരു രൂപം ദിവ്യമോ അദിവ്യമോ ആയി തീരുന്നത് കാഴ്ചക്കാരൻ്റെ തീരുമാനത്തിലാണ്. ഞാൻ ദിവ്യമാണെന്ന് വിചാരിച്ചാൽ ഇല്ല, മഹാവിഷ്ണുവിൻ്റെ രൂപം, മഹാവിഷ്ണുവിനെ സ്വപ്നത്തിൽ കണ്ടു, അത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. അത് സ്വപ്നമല്ലേ? നിങ്ങൾ ഉണർന്നെഴുന്നേറ്റാൽ ഈ മഹാവിഷ്ണുവിൻ്റെ രൂപം അപ്രത്യക്ഷമാവുന്നില്ലേ? ആയില്ലേ? അപ്പോൾ ഈ മറഞ്ഞു പോകുന്നവയെ, പൊലിഞ്ഞു പോകുന്നവയെ എന്തിന് സത്യമെന്ന് കരുതണം? സത്യം മറയാത്ത അനുഭവമാണ്. ആത്മാനുഭവം ഒരിക്കലും നമ്മെ വിട്ട് അകലുന്ന ഒന്നല്ല. അതുകൊണ്ട് അതിനെ വേണം നാം പിന്തുടരാൻ. അല്ലാതെ വന്നിട്ട് പോകുന്നത്, പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നെ മറഞ്ഞു പോകുന്നത്, ആ അനുഭവങ്ങളുടെ പുറകെ മനുഷ്യർ പോകരുത്. നമുക്കൊന്ന് കിട്ടിയാൽ അത് ശാശ്വതമായി നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം. കുറച്ച് സമയം ഇരുന്നിട്ട് അത് ഇല്ലാതായാൽ അങ്ങനെയുള്ള നശ്വര പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ നശ്വരതയെ നേടിയിട്ട് എന്ത് പ്രയോജനം? നഷ്ടപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ നേടുന്നത്. നേടിയത് എന്നും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടുന്ന ഒന്നാവരുത്. നഷ്ടപ്പെടാത്തത് നമ്മുടെ സ്വരൂപമാണ്. അതുകൊണ്ട് താൻ ആത്മാവാണ് എന്നുള്ള അറിവ് മാത്രമേ മനുഷ്യർക്ക് ആത്യന്തികമായ തൃപ്തിയും ശാന്തിയും തരികയുള്ളൂ. മറ്റൊന്നിലും നമ്മുടെ മനസ്സ് മോഹിച്ചു പോകരുത്. സതേന സംവിന്മയതാമേത്യ തദ്വശമാഗത. ഈ വിപശ്ചിത്തിൻ്റെ ഉള്ളിലുള്ള സംവിത്ത് വിപശ്ചിത്തിൻ്റെ മനസ്സ് സങ്കല്പിക്കുന്നതിനെയെല്ലാം സത്യമാക്കി തീർത്തു. അങ്ങനെയാണ് ഈ 4 പേർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായത്. അല്ല, ഒരേ മനസ്സ് തന്നെയല്ലേ? ഒരേ മനസ്സ് തന്നെ. 4 ശരീരങ്ങളെ ഉണ്ടാക്കാൻ ആ മനസ്സിന് കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയും എന്തുകൊണ്ട് ആ മനസ്സിന് സൃഷ്ടിച്ചുകൂടാ? ഈ 4 ശരീരങ്ങളായി പ്രത്യക്ഷപ്പെട്ടത് ഒരേ രാജാവാണല്ലോ. സംവിത്ത് പേരോടുകൂടി ആ ചക്രവർത്തിയാണ് 4 അഗ്നികുണ്ഡങ്ങളിൽ നിന്നും 4 ശരീരങ്ങളായി പുറത്തു വന്നത്. ഈ ശരീരത്തെ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ്.
അങ്ങനെ 4 രൂപങ്ങളിൽ അദ്ദേഹം പ്രകടമായി. 4 ശരീരങ്ങളെ ഉണ്ടാക്കാൻ കഴിയുന്ന ആ മനസ്സിന് 4000 ആഗ്രഹങ്ങളെ സൃഷ്ടിച്ച് അവയെ ഫലിപ്പിക്കാൻ എന്തുകൊണ്ട് പറ്റില്ല? അപ്പോൾ ഈ 4 പേർക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് വിശേഷിച്ച് യുക്തിയൊന്നുമില്ല. മനസ്സിൻ്റെ വിഭ്രമം അത്രയേ ഉള്ളൂ. പക്ഷേ ആ വിഭ്രമങ്ങളെയെല്ലാം സത്യമാക്കി തീർക്കുന്നത് ഉള്ളിലുള്ള ചിത്താണ്. ചിത്ത് എന്നും ജീവൻ്റെ സങ്കല്പങ്ങളെ ഫലിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷേ അത് ഉടനെ വേണമെന്ന് ശാഠ്യം പിടിച്ചാൽ പറ്റത്തില്ല. എൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമെങ്കിലും അവശേഷിക്കുന്നത് വരെ ഞാൻ മോക്ഷം നേടാൻ പോകുന്നില്ല, ഉറപ്പാണ്. ഏതെങ്കിലും ഒരാഗ്രഹം, ഭൗതികമായ ആത്മജ്ഞാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമല്ല, മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമല്ല, എന്തെങ്കിലും ഭൗതികമായ ഒരാഗ്രഹമെങ്കിലും ഏതെങ്കിലും വ്യക്തിയുടെ ഉള്ളിൽ അവശേഷിക്കുന്നിടത്തോളം കാലം അയാൾ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല, ഉറപ്പാണ്. ആ ആഗ്രഹവും നിറവേറിയാൽ മാത്രമേ അയാൾക്ക് പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ജ്ഞാനികളുടെ ഉള്ളിലും ചില സമയത്ത് ആഗ്രഹങ്ങൾ പൊന്താറുണ്ട്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വാസനകൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല. വാസനകൾ പൂർണ്ണമായി നശിക്കാതെ തന്നെ ആത്മാനുഭവം നേടാൻ പറ്റുമോ? പറ്റും. പൂർണ്ണമായ വാസനാനാശം സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ജ്ഞാനം നേടുന്നതിന് വിരോധമില്ല. പക്ഷേ ആ ജ്ഞാനം ഉറപ്പില്ലാത്ത ജ്ഞാനമായിരിക്കും. അതായത് ഈ സഫലമാകാത്ത ആഗ്രഹങ്ങൾ ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പൊന്തി വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇദ്ദേഹം സത്യത്തെ സാക്ഷാത്കരിച്ച വ്യക്തിയായതുകൊണ്ട് ആ ആഗ്രഹങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ വെച്ച് പിടിക്കുന്നവരാണ്. ജ്ഞാനിയുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ പൊന്താറുണ്ടെങ്കിലും അത് ജ്ഞാനിയുടെ സ്വസ്ഥതയെ ഒരിക്കലും നശിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിന് ഭ്രമമുണ്ടാക്കുന്നില്ല. കാരണം അദ്ദേഹം സത്യത്തെ സാക്ഷാത്കരിച്ചു എന്നുള്ളതുകൊണ്ട്. ശ്രീരാമകൃഷ്ണദേവനൊക്കെ അങ്ങനെ ആഗ്രഹം ഉണ്ടായി എന്നാണ്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ പട്ടുവസ്ത്രം ഉടുക്കണമെന്നൊരാഗ്രഹം. എന്തിനാണ്? ബ്രഹ്മജ്ഞാനം നേടിയ ഒരാൾക്ക് അങ്ങനെ ഒരാഗ്രഹം എന്തിനാ ഉള്ളിൽ പൊന്തിയത്? പട്ടുവസ്ത്രം ഉടുക്കണമെന്നുള്ള ആഗ്രഹം പൊന്തി, ആഗ്രഹം മനസ്സിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം കുണ്ഠിതപ്പെട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്തു? പഴയ ഒരു പട്ടുവസ്ത്രം ഉണ്ടായിരുന്നു വീട്ടിൽ, അതെടുത്ത് ധരിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു, ഇതായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം, പട്ടുടുക്കണമെന്നുള്ളത്, ദാ ഉടുത്തു. അതോടുകൂടി ആ ആഗ്രഹം തീർന്നു. എന്നിട്ട് അത് അഴിച്ചു വെച്ചു. അങ്ങനെയാണ് അങ്ങനെ നമുക്കും സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു ഗ്ലാസ് പാൽപ്പായസം കുടിച്ചു, ഇനി പാൽപ്പായസം കുടിക്കണ്ട എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. ഇത് ഓരോ പ്രാവശ്യം കുടിക്കുമ്പോഴും ഇനിയും കുടിക്കണം. അതിൽ ആ കൊതി, തൃഷ്ണ, സുഖങ്ങളിലുള്ള തൃഷ്ണ, അതാണ് കുഴപ്പം ചെയ്യുന്നത്. സുഖത്തെ അനുഭവിക്കുന്നത് കൊണ്ട് ദോഷമില്ല, അനുഭവിച്ച് തീർക്കുക. പക്ഷെ അനുഭവിച്ച് തീരില്ല. എന്തുകൊണ്ട്? വാസന. അത് ആ സുഖം തനിക്ക് ഇനിയും വേണം എന്ന് മനസ്സ് ഉത്കടമായി ആഗ്രഹിക്കുന്നത് കൊണ്ട് ആ ആഗ്രഹത്തെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുന്നില്ല. മതി എന്ന് മനസ്സിനോട് പറഞ്ഞാലും നീയും വേണം, കുറച്ചുകൂടെ അനുഭവിക്കണം. ഈ മനസ്സ് കൊച്ചുകുട്ടിയെപ്പോലെയാണ്, ഷാഠ്യക്കാരനാണ്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവൻ വേണമെന്ന് പറയും. പറഞ്ഞാൽ കേൾക്കാത്ത താന്തോന്നിയായ ഒരു കുട്ടി. അവനെയും വെച്ചുകൊണ്ടാണ് നമ്മൾ സുഖമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ചിന്തിച്ചുറപ്പിക്കുക. ഇതേ ഉള്ളൂ ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള വഴി. പ്രപഞ്ച പദാർത്ഥങ്ങൾ, ഈ പ്രപഞ്ചം വെറും മിഥ്യയാണ്, സ്വപ്ന സമാനമാണ്. ഇത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, വേദാന്ത ശാസ്ത്രം നിരത്തുന്ന യുക്തികളുടെ അടിസ്ഥാനത്തിൽ
നല്ല പോലെ ചിന്തിച്ച് ബുദ്ധിക്ക് ഉറപ്പ് വരുത്തുക. അങ്ങനെ ആയാൽ കാലക്രമത്തിൽ നമ്മുടെ മനസ്സ് ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മുക്തമായി തീരും. സതേന സമ്പിന്മയതാമേത്യ തദ്വശമാഗതഃ. സങ്കല്പങ്ങളെ ബോധം എപ്പോഴും ഫലിപ്പിക്കുന്നു. അച്ഛത കലർന്ന ബുദ്ധി അതിനെ സത്യം എന്ന് കരുതി ഭ്രമിക്കുന്നു. അതയേവ വിപശ്ചിതഃ നാനാദിഗത ഭോഗ്യാനാം യുഗപത് ഭോഗപ്രദ കർമ്മ പരിഭാഗേ ഏകസ്യൈവ ദേഹാദേശ്ചാതുർവിധ്യം തത്തദ്ദേശസ്യ വിഷയാണാം തത്ര തത്ര ബുദ്ധൗ യുഗപത് പ്രതിബിംബനം ച സമ്പന്നം ഇത്യാശയേനാഹ. ഈ വിപശ്ചിത്തിൻ്റെ ഉള്ളിൽ ഭോഗങ്ങളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പല ഭോഗങ്ങളും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഈ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല. പല ഭോഗങ്ങളെയും അദ്ദേഹം അനുഭവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് യുഗപത് ഭോഗപ്രദ കർമ്മ പരിഭാഗെ, ഒരേ സമയത്ത് പല ഭോഗങ്ങളെ അനുഭവിക്കണമെങ്കിൽ പല ശരീരങ്ങൾ ഉണ്ടാവണം, അല്ലാതെ സാധ്യമല്ല. ഒരേ സമയത്ത് എനിക്ക് വ്യത്യസ്തങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കണമെങ്കിൽ അത് പല മാധ്യമങ്ങളിലൂടെയേ ആവത്തുള്ളൂ. അതായത് പല ശരീരങ്ങൾ വേണം. അങ്ങനെയാണ് 4 ശരീരങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായത്. ആ ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗവും വേണം, തലവിധി. അതിനുള്ള ആ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയായാൽ ആ കർമ്മ പരിഭാഗത്തിൽ ഏകസ്യൈവ ദേഹാദേഹേ ചാതുർവിധ്യം, ഒരാളാണെങ്കിലും ജീവൻ ഒന്നാണെങ്കിലും പല ശരീരങ്ങൾ ഒരേ സമയത്ത് അയാൾക്ക് ഉണ്ടാകാം. യോഗിമാരൊക്കെ അങ്ങനെയാണ്. ഒരേ സമയത്ത് പല ശരീരങ്ങളെ ഉണ്ടാക്കി പല സ്ഥലങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെടും. മഹാത്മാക്കളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇവിടെ കണ്ടു, ഇതേ സമയത്ത് ഇദ്ദേഹത്തെ വേറൊരു സ്ഥലത്ത് കണ്ട ആൾക്കാരുണ്ടാവും. ഹേയ്, ഞാൻ ആ സമയത്ത് അവിടെയാണല്ലോ അദ്ദേഹത്തെ കണ്ടത്. എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പുള്ളി. ഇതെങ്ങനെ ഒരേ സമയം പല ശരീരങ്ങളോടുകൂടി പല സ്ഥലങ്ങളിലും പ്രകടമാകാനുള്ള സിദ്ധിവിശേഷം യോഗിമാർക്കുണ്ട്. എല്ലാം മനസ്സാണ്. ഒരു ശരീരത്തെ ഈ മനസ്സിനുണ്ടാക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് പല ശരീരങ്ങളെ ഉണ്ടാക്കിക്കൂടാ? നമുക്കത് സാധ്യമാകുന്നില്ല. നമ്മുടെ മനസ്സിന് അങ്ങനെയുള്ള ഒരു സിദ്ധിവിശേഷം ലഭിച്ചിട്ടില്ല. പക്ഷേ യോഗിമാർക്കത് സാധ്യമാകും. ഏകസ്യൈവ ദേഹാദേഹേ ചാതുർവിധ്യം. ഇങ്ങനെയാണ് ഒരു ശരീരത്തോടു കൂടി ജീവിച്ചിരുന്ന ആ സംവിത്ത് എന്ന ചക്രവർത്തി 4 ശരീരങ്ങളിൽ പ്രകടമായത്. തത്തദ്ദേശസ്യ വിഷയാണാം തത്ര തത്ര ബുദ്ധൗ യുഗപത് പ്രതിബിംബനം. ആ ഓരോ ശരീരവും ഓരോ ദേശത്ത് ചെന്ന് അവിടെയുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെ അനുഭവിച്ചു. ഈ 4 ദിക്കിലേക്ക് യാത്രയായ 4 പേർക്കും വിഭിന്നങ്ങളായ അനുഭവങ്ങളാണല്ലോ ഉണ്ടായത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പല ആഗ്രഹങ്ങൾ ഈ വിപശ്ചിത്ത് ചക്രവർത്തിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനെ 4 ശരീരങ്ങളെടുത്ത് അദ്ദേഹം അനുഭവിച്ചു തീർത്തു. അനുഭവിപ്പിച്ചത് ഉള്ളിലുള്ള ചിത്താണ്. അപ്പോൾ അനുഭവങ്ങളിൽ വ്യത്യസ്തത ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ശരീരങ്ങൾ വ്യത്യസ്തമായിരിക്കണം. അങ്ങനെയാണ് 4 ശരീരങ്ങളിൽ ഇദ്ദേഹം പ്രകടമായി വിഭിന്നങ്ങളായ അനുഭവങ്ങളെ അനുഭവിച്ചത്. ആ ബുദ്ധിയിൽ ഓരോ അനുഭവവും നിഴൽ രൂപത്തിൽ പ്രതിഫലിച്ചു. അനുഭവങ്ങളെല്ലാം ബുദ്ധിയിലാണ് പ്രതിഫലിക്കുന്നത്. ബുദ്ധിക്ക് എത്ര രൂപം കൈക്കൊള്ളാൻ പറ്റും? ബുദ്ധി ശാഖകളായി പടരാൻ കഴിവുള്ള ഒന്നാണ്. വ്യാപനശീലം ബുദ്ധിക്കുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ സങ്കല്പം. സങ്കല്പങ്ങൾ ശാഖോപശാഖകളായി പിരിയാറുണ്ട്. പക്ഷേ നമുക്ക് പല ശരീരങ്ങൾ സ്വീകരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഒരേ ശരീരത്തിനകത്തിരുന്ന് ഈ മനസ്സ് പല ദൃശ്യങ്ങളെയും ഉണ്ടാക്കി കാണിക്കുന്നു.
അതിൽ നമ്മൾ അതിനെ അനുഭവിച്ച് രസിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സ്വപ്നമെന്ന് പറയുന്നത്. നമ്മുടെ നിറവേറാത്ത പല ആഗ്രഹങ്ങളും സ്വപ്നത്തിൽ നിറവേറുന്നു. അങ്ങനെ നമ്മൾ കാണുന്നു. തത്ര തത്ര ബുദ്ധ യുഗപത് പ്രതിബിംബനം ച സമ്പന്നം. ഒരേ സമയത്ത് ബുദ്ധി 4 ശരീരങ്ങളെ നിർമ്മിച്ച് ആ ഓരോ ശരീരവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെയാണ് ഈ 4 പേർക്കും പല പ്രകാരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. ഏകദേശഗതാ വിശ്വവ്യാപ്യ കർമാണി കുർവതേ യോഗിനസ്ത്രിഷു കാലേഷു സർവാണ്യനുഭവന്ത്യപി. ഇത് യോഗിമാരുടെ ഒരു സവിശേഷതയാണ്. ഏകദേശഗതാഹ, അവർ ഒരു സ്ഥലത്ത് ഒരു ശരീരത്തിൽ കഴിയവേ തന്നെ വിശ്വവ്യാപ്യ 4 ഭാഗങ്ങളിലും എന്ന് പറഞ്ഞാൽ 4 ദിക്കുകളിലും വ്യാപിച്ച് പലതരം കർമ്മങ്ങൾ ചെയ്യുന്നതായി മറ്റുള്ളവർ കാണുന്നു. നമുക്ക് ഒരു ശരീരമേ ഉള്ളൂ. ഈ ശരീരത്തിലാണ് നമുക്ക് സംഘം, അല്ലെങ്കിൽ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ദൃഢവിശ്വാസം. ജ്ഞാനികൾ അല്ലെങ്കിൽ യോഗികൾ, ജ്ഞാനം നേടണമെന്ന് തന്നെ ഇല്ല, യോഗിമാർക്ക് ഒരേ സമയത്ത് പല ശരീരങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു സിദ്ധിവിശേഷം അവരുടെ മനസ്സിനുണ്ട്. അപ്പോൾ അവർ ഒരേ സമയത്ത് പല ശരീരങ്ങളിൽ പ്രകടമാകുന്നു, പല കർമ്മങ്ങൾ ചെയ്യുന്നതായും അവർ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ കാണപ്പെടുന്നു. പല കർമ്മങ്ങളും ചെയ്യുന്നതായി മറ്റുള്ളവർക്ക് തോന്നുന്നു. യോഗിന ത്രിഷുകാലേഷു, 3 കാലങ്ങളിലും എന്ന് പറഞ്ഞാൽ ഭൂതം, വർത്തമാനം, ഭാവി, ഇങ്ങനെ 3 കാലങ്ങളിലും ശരീരങ്ങളെ ഉണ്ടാക്കി മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ വ്യവഹരിക്കാൻ യോഗിമാർക്ക് കഴിയും. ഭൂതകാലത്തിലേക്ക് ചെല്ലാൻ പറ്റുമോ? ഭൂതകാലത്തിൽ ആളുകളുണ്ടോ? നമ്മൾ ടൈം ട്രാവൽ എന്നൊക്കെ പറയാറില്ല, ടൈം മെഷീൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. H.G. വെൽസ് എന്ന് പറയുന്ന ആൾ എഴുതിയൊരു പുസ്തകമാണ് ടൈം മെഷീൻ. അതായത് ആ യന്ത്രത്തിൻ്റെ ഉള്ളിൽ കടന്നാൽ ഭൂതകാലത്തിലേക്കോ ഭാവി കാലത്തിലോ ഒക്കെ യാത്ര ചെയ്യാം. അതിൻ്റെ ആ സമയത്തിൻ്റെ ഒരു സമയ യന്ത്രമുണ്ട്, അതിൻ്റെ സൂചി തിരിച്ചാൽ മതി, ഭൂതകാലത്തിലേക്ക് ചെല്ലാം. ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാവന മാത്രമാണ്. കാലത്തിൽ അങ്ങനെ പുറകിലേക്ക് പോകാൻ പറ്റില്ല. എന്നാൽ ഈ യോഗിമാർക്ക് പോകാൻ പറ്റും എന്നെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, കാലം മനസ്സിൻ്റെ ഒരു ഭ്രമമാണ്. കാലം ഇപ്പോൾ നമ്മൾ ഈ 2024 ആണ്ടിൽ ഇരിക്കവേ തന്നെ മനസ്സുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൂതകാലത്തിലേക്ക് പോയിക്കൂടെ? നമ്മൾ സ്കൂളിൽ പോയതും കോളേജിലേക്ക് പോയതും അല്ലെങ്കിൽ കുട്ടിയായിരുന്ന് കളിച്ചതും ആ സ്കൂൾ പരിസരവും അവിടെയൊക്കെ നമ്മൾ ചെല്ലുന്നതായും അവിടെ നമ്മുടെ കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതായിട്ടുമൊക്കെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുമ്പോൾ അതൊക്കെ സത്യമെന്ന പോലെ കുറേ നേരത്തേക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുമല്ലോ. അപ്പം മനസ്സാണ് ഭൂത, വർത്തമാന, ഭാവി കാലങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ മനസ്ഥലത്തിൽ മാത്രമാണ് ഈ അനുഭവങ്ങളെല്ലാം. വർത്തമാനം മാത്രമേ നമ്മുടെ അനുഭവത്തിൽ സാധാരണയുള്ളൂ. ഭാവിയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം, ഭാവിയിൽ പലതും സംഭവിക്കുന്നതായിട്ടുമൊക്കെ ഭാവന ചെയ്യുന്നതിന് എന്താ വിരോധം? അതുപോലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. അതൊക്കെ നമ്മുടെ മനസ്സാകുന്ന കണ്ണിലൂടെ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റും. എന്നാലും നമ്മൾ ഈ വർത്തമാനകാലത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. കാരണം ഇതിനാണ് നമ്മൾ കൂടുതൽ സത്യത്വം കൽപ്പിക്കുന്നത്. അപ്പോൾ ഈ യോഗിമാർക്ക് അങ്ങനെയുള്ള സിദ്ധിവിശേഷങ്ങളുണ്ട്. ഏകദേശഗത വിശ്വവ്യാപ്യ കർമാണി കുർവതേ യോഗിന ത്രിഷുകാലേഷു സർവാണ്യ അനുഭവന്ത്യപി. ഓരോ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നേടാൻ യോഗിമാർക്ക് കഴിയും. ഇപ്പം ഇവിടെ സംവിത്ത് എന്ന ചക്രവർത്തി യോഗിയല്ല, പക്ഷേ അദ്ദേഹത്തിന് ധാരാളം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളെ ഉള്ളിലുള്ള
ചിത്ത് സാധിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അഗ്നിദേവൻ ആ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്തു. അതാണ് സംഭവിച്ചത്. അഗ്നി എന്ന് പറയുന്നത് എപ്പോഴും ജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അഗ്നിദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണല്ലോ ഈ 4 രൂപങ്ങളിൽ പ്രകടമാകാൻ കഴിഞ്ഞത്. അഗ്നി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ചിത്ത്. ചിത്താണ് എല്ലാറ്റിനെയും ഫലിപ്പിച്ചു തരുന്നത്. സകല ആഗ്രഹങ്ങളെയും നിറവേറ്റുന്നത് ഉള്ളിലുള്ള ചിത്താണ്. അദ്ദേഹം സത്യമാക്കി തീർത്താലേ നമ്മൾ ഒന്നിനെ അനുഭവിക്കൂ. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് എന്തും ഉള്ളതായി തീരുന്നത്. അപ്പോൾ ആ ചിത്ത് ഈ അനുഭവങ്ങളെ സാധ്യമാക്കി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായത്. യഥാ യോഗിനാം അഗസ്ത്യാദീനാം മലയാദി നിയതൈകദേശേ നിത്യം സ്ഥിതാനാമപി നാനാദേശേഷ്വതീതാനാഗതാദികാലേഷു യോഗബലാത് സന്നിധാനേന സർവാനുഭവിതൃത്വം പ്രസിദ്ധം തഥാ ഭിന്നദേശം പ്രയാതാനാം വിപശ്ചിതാം തത്കിം വാച്യം ഇത്യാശയേനാഹ. അതായത് യോഗിമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മഹർഷികൾ എന്നും പറയാം. അഗസ്ത്യാദീനാം, അഗസ്ത്യൻ മുതലായ മഹർഷിമാർക്ക്, മലയാദി നിയതൈകദേശേ, മലയപർവ്വതം പോലെയുള്ള പ്രത്യേക സ്ഥലത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും അവർക്ക് ശരീരത്തോടുകൂടി പ്രകടമാകാൻ പറ്റും. അങ്ങനെ ഈ അഗസ്ത്യ മഹർഷിയെ ഒരേ സമയത്ത് പലരും പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടതായി ചരിത്രമുണ്ട്. അങ്ങനെ ധാരാളം മഹർഷിമാരുണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളുടെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അഗസ്ത്യൻ മുതലായ മഹർഷിമാർക്ക് ഈ അടുത്ത കാലത്ത് സംഭവിച്ചതുണ്ടല്ലോ. തിരുവണ്ണാമലയിൽ രമണ മഹർഷി നമുക്കറിയാം. അവിടെ ശേഷാദ്രി സ്വാമികൾ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹവും പൂർണ്ണ ബ്രഹ്മനിഷ്ഠനായിരുന്നു. അദ്ദേഹത്തെ ഒരേ സമയത്ത് തിരുവണ്ണാമലയുടെ പല ഭാഗങ്ങളിൽ പലരും കണ്ടതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. യോഗിമാർക്ക് അങ്ങനെയുള്ള സിദ്ധിവിശേഷങ്ങളുണ്ട്. ഏത് രൂപത്തിലും, മനുഷ്യരൂപത്തിൽ തന്നെ പ്രകടമാകണമെന്നില്ല. പക്ഷി മൃഗാദികളുടെ രൂപം സ്വീകരിക്കാനും അവർക്ക് ഒരു വിഷമവുമില്ല. ഏത് രൂപത്തെയും ഉണ്ടാക്കി കാണിക്കുന്നത് മനസ്സാണ്. തീവ്ര സങ്കല്പമാണ് ശരീരമായി പ്രകടമാകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ ഈ ശരീരം, മജ്ജയും മാംസവും രക്തവും ഒക്കെ നിറഞ്ഞ ഈ ശരീരം മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ദൃഢമായ സങ്കല്പമാണ് ശരീരമായി പ്രകടമായിരിക്കുന്നത്. ഇത് ഉൾക്കൊള്ളാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. സങ്കല്പം എങ്ങനെയാണ് സ്ഥൂലഭാവം കൈക്കൊള്ളുക? ഈ പ്രപഞ്ചം തന്നെ മനസ്സിൻ്റെ ഒരു സങ്കല്പമാണ് എന്ന് വേദാന്തം പറയുമ്പോൾ ഉൾക്കൊള്ളാൻ അല്പമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതാണ് സത്യം. മനസ്സിന് അപാരമായ കഴിവുകളാണുള്ളത്. ആ കഴിവുകളെ നമ്മൾ വിനിയോഗിക്കുന്നില്ല. മനസ്സിന് കഴിവുണ്ട്. എല്ലാവരുടെ മനസ്സിനും ഇങ്ങനെയുള്ള കഴിവുകളുണ്ട്. സിദ്ധികളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷേ അവയെ ചില സാധനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെയാണ് ഈ യോഗിമാർ ഈ സിദ്ധികളൊക്കെ നേടുന്നത്. അപ്പോൾ അഗസ്ത്യൻ മുതലായ മഹർഷിമാർ മലയപർവ്വതം തുടങ്ങിയ പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോഴും നിത്യം സ്ഥിതാനാമപി നാനാദേശേഷു, പല ദേശങ്ങളിലും, അതീത അനാഗതാദി കാലേഷു, ഭൂതകാലത്തിലും ഭാവി കാലത്തിലുമൊക്കെ അവർ സഞ്ചരിച്ചിരുന്നു. എങ്ങനെ? യോഗബലാത് സന്നിധാനേന, അവരുടെ യോഗസിദ്ധി കൊണ്ട്, അവരുടെ തപസ് അല്ലെങ്കിൽ യോഗസിദ്ധി അത് കാരണമായി പലർക്കും ഈ മഹർഷിമാരെ കണ്ടതായിട്ട് അനുഭവമുണ്ട്. ഭവിതൃത്വം പ്രസിദ്ധം. ഒരേ ആളിനെ പലരും പല സമയത്ത് വെച്ച് എങ്ങനെയാണ് കാണുക? അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ
അവരുടെ മനസ്സിൻ്റെ സവിശേഷതയാണ്. ഒരേ രൂപത്തിലോ അല്ലെങ്കിൽ പല രൂപങ്ങളിലോ ഒരേ സമയം പല സ്ഥലങ്ങളിൽ പ്രകടമാകാൻ അവർക്ക് കഴിയും. അങ്ങനെയുള്ളവരെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. തഥാ ഭിന്നദേശം പ്രയാതാനാം വിപശ്ചിതാം തത്കിം വാച്യമിത്യാശയേനാഹ. ഇങ്ങനെ യോഗിമാർക്ക് പല സ്ഥലങ്ങളിലും പ്രകടമാകാനുള്ള കഴിവുള്ളതുപോലെ 4 ദിശകളിലേക്ക് യാത്ര തിരിച്ച വിപശ്ചിത്തുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരേ വിപശ്ചിത്താണ് 4 ശരീരങ്ങളിൽ പ്രകടമായത്. അവർക്ക് എന്തുകൊണ്ട് സാധ്യമായിക്കൂടാ? രാമൻ ചോദിച്ചത് ഇതെങ്ങനെ സാധ്യമായി എന്നാണ്. എന്തുകൊണ്ടത് പാടില്ല രാമ? മനസ്സ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. ഈ മനസ്സിനെ മെരുക്കിയെടുത്താണ് അണിമാതി അഷ്ടമഹാസിദ്ധികൾ യോഗിമാർ നേടുന്നത്. ഇതെങ്ങനെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെങ്ങനെ ഒരു യോഗി മനസ്സിലാക്കുന്നു? അത് ഭാവിയിൽ ഇനി നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങൾ ചിലർ പറയുന്നുണ്ട്. ഇന്നിന്ന സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ അത്ഭുതമില്ല, കാരണം അത് നടന്ന് സംഭവിച്ച് തീർന്നതാണത്. ഇനി സംഭവിക്കാൻ പോകുന്ന, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഒരു യോഗി എങ്ങനെയാണ് കണ്ട് അദ്ദേഹം അത് പറയുന്നത്, പ്രവചിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ യോഗിയുടെ മനസ്സിന് അങ്ങനെയുള്ള കഴിവുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ അവർ ഉള്ളിൽ വ്യക്തമായി കാണുന്നു, കണ്ടിട്ടാണ് പറയുന്നത്. പണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മഷിപ്രയോഗമുണ്ട്. വെറ്റിലയുടെ പുറകിൽ ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ട മഷി എന്ന് പറഞ്ഞാൽ നമ്മൾ പേനയിൽ ഒഴിക്കുന്ന മഷിയല്ല, ഒരു തരം കരി. അത് എന്തൊക്കെയോ വസ്തുക്കൾ ചേർത്താണ് അങ്ങനെ ഉണ്ടാക്കുന്നത്, ആ മഷി നിർമ്മിക്കുന്നത്. മഷി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കരിയാണ്, കറുത്ത നിറത്തിലുള്ള. അത് വെറ്റിലയുടെ പുറകിൽ ഇങ്ങനെ തേച്ചിട്ട് നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റില്ല. ആ സിദ്ധിവിശേഷമുള്ളവർ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയി, ഒരു സ്വർണ്ണ മോതിരം നഷ്ടമായി. നമ്മുടെ വീട്ടിൽ ഏതോ ഒരു ചടങ്ങിന് നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിരുന്നു, അവരാരോ അടിച്ചു മാറ്റിയതാണ്. ആരാണ് ഇത് കൊണ്ടുപോയത്? ഈ മോതിരം എടുത്തത് ആരാണ്? പോലീസുകാർ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അത് നടന്നു, അവരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് യാത്രയാവുകയും ചെയ്തു. ആരാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് തെളിവുണ്ടോ? പോലീസ് പട്ടിയെ കൊണ്ടുവന്ന് മണപ്പിച്ച അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. ഈ മഷിയിട്ട് നോക്കുക എന്ന് പറയും. മഷിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരാണോ ആ മോതിരം എടുത്തത്, അവരെടുക്കുന്ന ആ ദൃശ്യം ഈ വെറ്റിലയിൽ കാണാൻ പറ്റും, മായ കണ്ണാടിയിൽ കാണുന്നത് പോലെ. പഴയകാലത്ത് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ. നടന്ന് സംഭവിച്ച കാര്യങ്ങൾ അതിങ്ങനെ തെളിയും. അപ്പോൾ ആരാണ് നിങ്ങളുടെ മോതിരം കട്ടത് എന്ന് അവർ കൃത്യമായി പറയും. അത് പരിശോധിച്ച് നോക്കിയാൽ അയാളെ പിടിച്ച് അയാൾക്ക് 4 തല്ലു കൊടുക്കുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കണ്ടത് സത്യമാണ്. അപ്പം ഇതൊക്കെ വെറും കെട്ടുകഥയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ മായയ്ക്കകത്ത് എന്താണ് സാധ്യമാകാത്തത്? എന്തും സംഭവിക്കാം. ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് സംഭാവ്യങ്ങളായില്ലേ? അതൊക്കെ സത്യമായില്ലേ? ഒരു കാലത്ത് മനുഷ്യർ വിചാരിച്ചത് മനുഷ്യർക്ക് പറക്കാൻ പറ്റില്ല എന്നാണ്, പക്ഷികൾക്ക് മാത്രമേ പറക്കാൻ പറ്റൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ചില്ലേ? പുഷ്പക വിമാനം, അതിൽ കയറിയാണ് ലങ്കയിൽ നിന്ന് ശ്രീരാമൻ അയോധ്യയിലെത്തിയത്. അപ്പോൾ നമ്മുടെ പണ്ടുള്ള ഋഷിമാർക്ക് ഈ പറക്കാൻ പറ്റും, അതവർ പുഷ്പക വിമാനം എന്ന് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ വെറും വിമാനം എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറക്കാൻ സാധ്യമാണ് എന്നുള്ള ഒരു ആശയം നമ്മുടെ ഋഷിമാരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ കഥകൾ എഴുതി വെച്ചത്. ഇനി
ഈ വാൽമീകി മഹർഷി ഇതുപോലെയുള്ള ഒരു പുഷ്പവിമാനത്തിലോ മറ്റോ ആരെങ്കിലും പറന്നു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ആ വിമാനത്തിൽ യാത്ര ചെയ്തതായിട്ടോ അനുഭവിച്ചിട്ടുണ്ടാവും? നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഇതൊന്നും സാധ്യമല്ല എന്ന് മാത്രം നമ്മൾ വിചാരിക്കരുത്. നിങ്ങൾ 21-ാമത്തെ നൂറ്റാണ്ടിലോ 250-ാമത്തെ നൂറ്റാണ്ടിലോ ഏത് നൂറ്റാണ്ടിൽ നിങ്ങൾ ജീവിച്ചാലും ഈ മനസ്സിൻ്റെ അത്ഭുതകരമായ ശക്തികൾ അതിനെ അംഗീകരിച്ചാൽ എന്തും ഇവിടെ സാധ്യമാണ്. അത് അന്ന് ഒരിക്കലും ശാസ്ത്രത്തിന് സമ്മതമല്ല. ശാസ്ത്രം അംഗീകരിക്കുന്നില്ല. ഈ ശാസ്ത്രം തന്നെ മാറി മറിയുന്നു. അപ്പോഴോ ഈ കമ്പ്യൂട്ടറും മൊബൈലും ഇതുപോലെയുള്ള ഇൻ്റർനെറ്റും ലേസർ ഗൺ, തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നത് പോലെ ലേസർ ഗൺ, ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് ലോഹങ്ങളെ മുറിക്കാൻ പറ്റും. പ്രകാശരശ്മികൾ എങ്ങനെയാണ് ലോഹത്തെ മുറിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ശക്തിയുള്ള കിരണങ്ങളാണ് ലേസർ. അത് കണ്ടുപിടിച്ചു. ലേസർ കിരണങ്ങളിലൂടെ നേത്ര ശസ്ത്രക്രിയയും നടത്തുന്നുണ്ട്. ഈ തിമിരം ഉണ്ടല്ലോ, ഈ തിമിരം എന്ന് പറയുന്നത് ലേസർ കിരണങ്ങൾ ഉപയോഗിച്ച് ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ് ഇതൊക്കെ മാറ്റുന്നുണ്ട്. ഓപ്പറേഷന് വേണ്ടി ഇങ്ങനെയുള്ള ഈ ലേസർ കിരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കിരണം എന്ന് പറഞ്ഞാൽ അത് പ്രകാശത്തിൽ തന്നെ പലതുമുണ്ട്. എക്സ്റേ എന്ന് പറയുന്നത് അദൃശ്യങ്ങളായ കിരണങ്ങളാണ്. മാംസത്തെ തുളച്ച് ഉള്ളിലേക്ക് കടക്കാൻ കഴിവുള്ള കിരണങ്ങളാണ് എക്സ്റേസ്. അതുകൊണ്ടാണല്ലോ എക്സ്റേ ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്. എല്ലും പല്ലും അകത്തുള്ള ഇതുമൊക്കെ എങ്ങനെ. അപ്പോൾ ആ കിരണങ്ങൾക്ക് ആ ശക്തിയുണ്ട്. അപ്പോൾ എല്ലാം സാധാരണ കിരണങ്ങളാണെന്ന് വിചാരിക്കരുത്. അതുപോലെ എല്ലാ മനസ്സും ഒരുപോലെയല്ല. മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുന്നവർ, മനസ്സിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയവർ, അവർ മനസ്സിനെ പാകപ്പെടുത്തി ഇങ്ങനെയുള്ള പല സിദ്ധികളും നേടിയിട്ടുണ്ട്. ഇപ്പോഴുള്ളവർ, ഈ കാലത്ത് ജീവിക്കുന്നവർ അതിന് മെനക്കെടുന്നില്ല. അവർക്കതിൽ വിശ്വാസമില്ല. അതൊക്കെയാണ് കാരണം. പണ്ടുള്ള ആൾക്കാരിൽ ഇങ്ങനെയുള്ള സിദ്ധികളുള്ളവർ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ പഴഞ്ചനാണ്, പണ്ടെങ്ങോ സംഭവിച്ചതാണ്, ആധുനിക ശാസ്ത്രം ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണ് ഈ 4 പേർക്കും 4 ദിശകളിൽ യാത്ര ചെയ്തപ്പോൾ വിഭിന്നങ്ങളായ അനുഭവങ്ങൾ ഉണ്ടായത്. അബ്ദോഭിവ്യാപ്തിമാനേകസ്തുല്യകാലം പൃഥക്ക്രിയാഃ ആഹ്ലാദസ്തേന പാദേന കരോത്യനുഭവത്യപി. ഈ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് കുറേ ഉദാഹരണങ്ങൾ നിരത്തുകയാണ് വസിഷ്ഠ മഹർഷി. അബ്ദം എന്ന് പറഞ്ഞാൽ മേഘം. ഈ മേഘം വ്യാപ്തിമാൻ, വലിയ ഒരു മഴമേഘം വരുന്നു എന്ന് വിചാരിക്കുക. അതിശക്തമായ മഴ ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കൂറ്റൻ കാർമേഘം ഒരു പ്രദേശത്ത് എത്തിച്ചേരും. തുല്യകാലം പൃഥക്ക്രിയാഃ. ഈ മേഘം ഒന്നാണെങ്കിലും ഒരേ സമയത്ത് പല കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഈ കാർമുകിലിനുണ്ട്. ആഹ്ലാദസ്തേന പാദേന കരോത്യനുഭവത്യപി. ഓരോരോ അംശം കൊണ്ട് ഈ മേഘം ഓരോരോ പ്രവൃത്തികൾ ചെയ്യാൻ സമർത്ഥമാണ്. എന്താ ഈ മേഘം ഓരോരോ അംശം കൊണ്ട് ചെയ്യുന്ന പല പ്രവൃത്തികൾ എന്ന് ചോദിച്ചാൽ, നാനാദേശേഷു യുഗപദേകസ്യ ഭിന്നക്രിയാകാരിത്വേ. പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ഒരേ വ്യക്തി പല കർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമാണോ എന്നുള്ളതിനാണ് ഈ മേഘത്തെ ഉദാഹരണമാക്കി പറയുന്നത്. തത്തദ്ദേശവ്യാപ്തിരേവ ഉപയുജ്യത്തെ ന ജീവഭേദ ഇത്യാഹ. പല വ്യക്തികൾ വേണമെന്ന് നിർബന്ധമില്ല. പല ദേശങ്ങളിൽ പല ശരീരങ്ങളുണ്ടെങ്കിൽ ആ ശരീരങ്ങളെ വിനിയോഗിച്ച് ഒരേ വ്യക്തിക്ക് പല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് തന്നെ. അത് സാധ്യമാണ്.
അതിനാണ് ഈ മേഘത്തെ ഉദാഹരണമാക്കി പറയുന്നത്. ജീവനിൽ ഭേദം ഉണ്ടാവണമെന്നില്ല, പല ജീവന്മാർ വേണമെന്നില്ല, ഒരൊറ്റ വ്യക്തി മതി. ഒരാൾക്ക് തന്നെ പല സ്ഥലങ്ങളിൽ പല ശരീരങ്ങളെ സൃഷ്ടിച്ച് പല കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. യഥാ ഘർമാർത്താൻ ആഹ്ലാദയതി ഇത്യാഹ്ലാദഃ അബ്ദഃ മേഘോപി മഹത്വാദേവ നാനാ നഗര ഗിരി നദീ ക്ഷേത്രാദി വ്യാപ്തിമാൻ തുല്യകാലം സൗധക്ഷാളന കൂടഭേദന ജലവർദ്ധന സസ്യപോഷണാദി പൃഥക്ക്രിയാഃ തുല്യകാലം തേന തേന പാദേന അംശേന കരോതി തദഭിമാനി ജീവശ്ച മയാ ഇമാഃ ക്രിയാഃ കൃതാ ഇത്യനുഭവത്യപി തദ്വത് ഗാത്രോപപത്തിർബോധ്യേത്യർത്ഥഃ. ഈ മേഘം എങ്ങനെയാണ് പല കർമ്മങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യമായി ആ മേഘം വ്യാപകമായ ഒന്നാണ്. ഒരു വലിയ പ്രദേശത്തെ മുഴുവൻ, അല്ലെങ്കിൽ ആകാശത്തിൽ ഒരു വലിയ സ്ഥലത്തെ ആവരണം ചെയ്താണ് ഈ മേഘം കാണപ്പെടുന്നത്. ചെറിയ മേഘമാണെങ്കിൽ പല കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ മനസ്സിന് വ്യാപ്തി ഉണ്ടെങ്കിൽ, മനസ്സ് അതിൻ്റെ പരിമിതിയെ ഭേദിച്ചാൽ, അതായത് ഈ ഒരു ശരീരത്തിൽ മാത്രമേ ഞാനുള്ളൂ എന്നുള്ള ചിന്തയെ വിട്ടാൽ ആ മനസ്സ് വിശാലമായിത്തീരും. ആ മനസ്സിന് അനേകം ശരീരങ്ങളെ ഒരേ സമയത്ത് സൃഷ്ടിച്ച് ഓരോരോ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. ഈ മേഘം എന്താ ചെയ്യുന്നത്? മഹത്വാദേവ ആദ്യമായി അത് ചെയ്യുന്നത് ചൂട് കൊണ്ട് വലഞ്ഞിരിക്കുന്ന ജനങ്ങൾക്ക് കുളിർമ പകരും. മഴ പെയ്യുമ്പോൾ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുക്കുമല്ലോ. യഥാ ഘർമാർത്താൻ ആഹ്ലാദയതി, അതിനെ ആഹ്ലാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആ മഴവെള്ളം കൊണ്ട് അന്തരീക്ഷം തണുക്കും. അങ്ങനെ ചൂടിൽ നിന്ന് മനുഷ്യർക്ക് ആശ്വാസം ലഭിക്കും. അങ്ങനെ മനുഷ്യരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് മേഘം ചെയ്യുന്ന ഒരു കർമ്മം. ഇനി മേഘോപി മഹത്വാദേവ, അതിൻ്റെ വലിപ്പം കാരണമായി, അതായത് ഒരു വലിയ മേഘമായതുകൊണ്ട് നാനാ നഗര ഗിരി നദീ ക്ഷേത്രാദി വ്യാപ്തിമാൻ, ഒരേ സമയത്ത് പല നഗരങ്ങളിലും പല മലകളിലും പല നദികളിലും പല പ്രദേശങ്ങളിലും അത് വ്യാപിച്ചു നിൽക്കുന്നു. വലിയ ഒരു മഴമേഘമാണ്. അങ്ങനെ വ്യാപിച്ചു നിൽക്കുമ്പോൾ തുല്യകാലം, ഒരേ സമയത്ത് തന്നെ സൗധക്ഷാളന, സൗധമെന്ന് പറഞ്ഞാൽ മാളിക, അനേകം മാളികകളെ ഒരേ സമയത്ത് കഴുകാൻ ഈ മേഘത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ വലിയ, ഈ മേഘത്തിൽ നിന്നാണല്ലോ മഴ പൊഴിയുന്നത്. ഒരേ സമയത്ത് അനേകം മാളികകളെ അത് കഴുകി വൃത്തിയാക്കുന്നു. കൂടഭേദന, അതിശക്തമായ മഴ ഉണ്ടായി പർവ്വതങ്ങളിൽ ഉരുൾപൊട്ടുന്നു. മലയെ ഇടിച്ചു കളയാനുള്ള ശക്തി വെള്ളത്തിനുണ്ട്, മഴവെള്ളത്തിനുണ്ട്. ഇനി എന്താ? ജലവർദ്ധന, അണക്കെട്ടുകളിൽ വെള്ളം നിറയുന്നു. 4 ഭാഗങ്ങളിൽ നിന്നും ഒഴുകി ഒരു വലിയ ഇടുക്കി പോലെയുള്ള വലിയ അണക്കെട്ടിൽ വെള്ളം നിറയുന്നു. അപ്പോൾ അണക്കെട്ടുകളെ ഈ മേഘം നിറയ്ക്കുന്നു. ഇനി എന്താ? സസ്യപോഷണ, അനേകം വൃക്ഷലതാദികൾക്ക് ജലം നൽകി അവയെ പോഷിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു മേഘം ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇങ്ങനെ പൃഥക്ക്രിയാഹ, പല കർമ്മങ്ങളും തുല്യകാലം, ഒരേ സമയത്ത് തേന തേന പാദേന അംശേന, മേഘത്തിൻ്റെ ഓരോരോ ഭാഗം കൊണ്ട് അത് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ മേഘം ഒന്നാണെങ്കിൽ പോലും അതിൻ്റെ പല അംശങ്ങൾ ഉപയോഗിച്ച് അതിന് പല കൃത്യങ്ങളും നിർവഹിക്കാനുള്ള കഴിവുണ്ട്. ഇതുപോലെ തദഭിമാനി ജീവശ്ച, ജീവൻ ഒരു ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവനാണ് താൻ എന്ന ചിന്തയെ ഉപേക്ഷിച്ച് മനസ്സുമായി താതാത്മ്യപ്പെടുമ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന താതാത്മ്യത്തെ നഷ്ടമാക്കി ഞാൻ ശരീരത്തെ അതിവർത്തിച്ചിരിക്കുന്ന മനസ്സാണ്, ആ മനസ്സുമായി ഏകീഭവിക്കുമ്പോൾ ആ മനസ്സിന് പുതിയ പല കഴിവുകളും സിദ്ധികളും വന്നു ചേരും. അങ്ങനെ ആ ജീവൻ
മയാ ഇമാഹ ക്രിയാഹ കൃതാഹ. പല ശരീരങ്ങളെ സൃഷ്ടിച്ച് ഞാൻ പല കർമ്മങ്ങളും ചെയ്യും, അല്ലെങ്കിൽ ചെയ്തു, ചെയ്യുന്നു എന്ന് ഒരൊറ്റ ജീവൻ ഒന്നാണെങ്കിലും അതിന് അഭിമാനിക്കാൻ കഴിയും. അത് മനസ്സിൻ്റെ ഒരു സിദ്ധിവിശേഷമാണ്. മനസ്സിനത് സാധ്യമാണ്. പല ശരീരങ്ങൾ ഒരേ സമയത്ത് നിർമ്മിക്കാൻ മനസ്സിന് കഴിയും. നമുക്കെന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിന് ആ ഒരു ശക്തി നമ്മൾ ഉണ്ടാക്കി തീർത്തിട്ടില്ല. ചില സാധനങ്ങളിലൂടെ മനസ്സിന് ആ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സിദ്ധികൾ കരഗതങ്ങളാകും. തദഭിമാനി ജീവശ്ച മയേമാ ക്രിയാകൃത ഇത്യനുഭവത്യവി. ഇങ്ങനെ പല ശരീരങ്ങളിൽ ഞാൻ പല കർമ്മങ്ങൾ ചെയ്തു എന്ന് അനുഭവിക്കാനും കഴിയും. തദ്വത് ഗാത്രോപപത്തിർ ബോധ്യ ഇത്യർത്ഥ. ശരീരങ്ങൾ എങ്ങനെ പലതാകും, അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ സ്വപ്നത്തിൽ കാണുമ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന പല ശരീരങ്ങൾ നിങ്ങൾ തന്നെയാണ്, അല്ലേ? അല്ലെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? സ്വപ്നത്തിൽ നാം കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ജീവികൾ, അതൊക്കെ നമ്മുടെ മനസ്സ് തന്നെ സൃഷ്ടിക്കുന്നതാണ്. അല്ല, എന്നാലും അത് സ്വപ്നമല്ലേ? സ്വപ്നമാണെങ്കിൽ നിങ്ങൾ സത്യമെന്ന പോലെ ആണല്ലോ അനുഭവിച്ചത്, അല്ലേ? സ്വപ്നം കാണുന്ന വേളയിൽ ഞാൻ തന്നെയാണ് ഇതെല്ലാമായി തീർന്നിരിക്കുന്നത് എന്ന് ആരും അനുഭവിക്കുന്നില്ലല്ലോ. അവിടെ നാനാത്വത്തിൻ്റെ അനുഭവമാണല്ലോ ഉള്ളത്. ഇതുപോലെ മനസ്സ് സ്വപ്നാവസ്ഥയിലേക്ക് കടക്കാതെ തന്നെ ജാഗ്രത അവസ്ഥയിൽ പലതിനെയും ഉണ്ടാക്കി തീർക്കാനുള്ള കഴിവ് മനസ്സിന് നേടാൻ കഴിയും. അങ്ങനെയുള്ള കഴിവുകൾ നേടിയവരാണ് യോഗിമാർ. അവർക്ക് ജാഗ്രതയിൽ തന്നെ പലതിനെയും സൃഷ്ടിക്കാനും ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പ്രകടമാകാനുമുള്ള കഴിവുണ്ട്. അതുപോലെ ഇതൊക്കെ സാധ്യമാണ്. അതുകൊണ്ട് ഒരേ ചക്രവർത്തി 4 രൂപങ്ങളിൽ പ്രകടമായി 4 ദിക്കുകളിലേക്ക് യാത്ര ചെയ്ത് തികച്ചും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നേടി. അതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല രാമ. ഇതൊക്കെ യോഗികൾക്ക് അനായാസം സാധ്യമായ കാര്യങ്ങളാണ്. സാധാരണക്കാർ ഇതിനെ ഒന്നും വിശ്വസിച്ചു എന്ന് വരില്ല. അവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കഴിവുകൾ സാധനകളിലൂടെ മനസ്സിന് ഉണ്ടാക്കി തീർക്കാൻ പറ്റും എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. നമുക്ക് ഇവിടെ നിർത്താം. ബാക്കിയുള്ള ഭാഗം നാളെ വായിക്കാം.